ർക്ക് കാഴ്ച നൽകിയവൻ, ചെകിടർക്ക് കേൾവി നൽകിയവൻ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവൻ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവൻ, പിശാചുബാധിതരെ സുഖപ്പെടുത്തിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, കടലിന് മീതെ നടന്നവൻ, അഞ്ചപ്പവും മീനും വർദ്ധിപ്പിച്ച ആയിരങ്ങളെ പോറ്റിയവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഗത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. സ്വയം കൊല്ലപ്പെടുന്നതിനു വേണ്ടി സമർപ്പിച്ചവൻ, നഗ്നനാക്കപ്പെട്ടവൻ, ചമ്മട്ടിയടിയേറ്റവൻ, മുൾമുടി അണിഞ്ഞവൻ, കുരിശു വഹിച്ചവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. അണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ച് നീട്ടപ്പെട്ടവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഒടുവിൽ പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന നിലവിളിയോടുകൂടെ പ്രാണൻ വെടിഞ്ഞവൻ ദിവ്യകാരുണ്യത്തിലുണ്ട്.